വേണ്ടേ? വേണം. വീഡിയോ ഇന്ന് അലിയുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണ്. നമ്മള് PTA മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പോയിരുന്നു. അവിടെ പോയിട്ട് കാണാം. ചെക്കൻ ഒട്ടും പഠിക്കത്തില്ല. അവൻ്റെ സ്കൂളിൽ പോയിട്ട് അവൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ തിരക്കി നോക്കട്ടെ. ചെക്കൻ പഠിക്കോ പഠിക്കത്തില്ലേ, എന്തിനാണോ അവൻ്റെ അവസ്ഥ. മിക്കവാറും നമ്മൾ പോകുമ്പോൾ നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാ സ്കൂളിലും അങ്ങനെയാണ്. കാരണം PTA മീറ്റിംഗ് ഉള്ള സമയങ്ങളിൽ പിള്ളേരെ നേരത്തെ അങ്ങ് പറഞ്ഞു വിടും. രക്ഷിതാക്കളെ മാത്രമേ നിർത്തത്തുള്ളൂ. സ്കൂൾ ബസ് ആയതുകൊണ്ട് വരാൻ ചാൻസ് കുറവാണ്. നമ്മൾ പോയി നോക്കാം. സ്കൂളിൽ പോയിട്ട് നോക്കാം ഈ ചെക്കൻ്റെ രീതിയൊക്കെ എങ്ങനെയാണ്. ഒരു വക പഠിക്കത്തില്ല. എന്നെ അവൻ തോപ്പിക്കും. ആ രീതിക്ക് നമുക്ക് പഠിച്ചു വരുന്നത്. ഉമ്മതാവും. ഇതാണ് ദുമ്മ. അവർക്ക് ഭയങ്കര നാണമാണ്. ഓട്ടിച്ചിറക്കണ്ടോടി? ഓടിച്ചിറക്കണ്ടോ? ഇവിടം വരെ കൊണ്ടോ? ഇവിടം വരെ കൊണ്ടുവാ. അവിടെ ഓടിക്കുമോ? ഓടിച്ചോണ്ടാ പയ്യ കൊണ്ടുവന്ന പയ്യ. ഓക്കെ, നമ്മുടെ വണ്ടി ഇതാണ്ട് വരുന്നു. സ്കൂള് കൊണ്ട് അപ്പുറത്താണ് സ്കൂൾ. പക്ഷെ മഴ ആയതുകൊണ്ടാണ് നമ്മൾ കാറിൽ പോകണം. ഇല്ലെങ്കിൽ നടന്നു പോകുന്നതിനുള്ള ദൂരമേ ഉള്ളൂ. അല്ലേ അല്ലേ അമ്മ? ഉമ്മ ഭയങ്കര നാണമുണ്ട്. ഉമ്മക്ക് ഉമ്മ ഹലോ ഗായ്സ് അല്ല, നമ്മളെ ജനറേഷൻ അല്ലേ ഉമ്മ ഹലോ ഗായ്സ്. ഉമ്മ ഹലോ ഗായ്സ് ആവണം. ഉമ്മയും കൂടെ കുറച്ച് ഹലോ ഗായ്സ് ആക്കി എടുത്താലേ ഞാൻ പോകുമ്പോഴത്തേക്ക് സുബാനായി ഉമ്മയും കൂടെ വ്ളോഗ് ചെയ്യണേ. ഒരു പൊള്ളിക്ക് നിങ്ങൾ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. സ്കൂൾ കാണിച്ചവർക്ക് ഞാൻ എടുക്കും. നമ്മൾ സ്കൂളിൽ വന്നിരിക്കുന്നു. ആരും ഇല്ലേ? നമ്മൾ മാത്രമേ പാരന്റ്സ് ഒന്നും ഇല്ല. ചേട്ടാ നമ്മൾ മാത്രമേ വന്നോളൂ തോന്നുന്നു. നല്ല മഴക്കോളുണ്ട്. നമ്മൾ മാത്രമേ സ്കൂളിൽ വന്നോളൂ തോന്നുന്നു. അടിപൊളി. PTA മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടെ ഒരൊറ്റ എണ്ണം മാത്രമേ നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ PTA മീറ്റിംഗിൽ എടുത്ത പേരെന്താ പറയുമ്പോൾ പട്ടിത്തണ്ടി അസോസിയേഷൻ. അതിൻ്റെ ആൾക്കാർ വന്ന് വീട്ടിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്ക് നമ്മളെ ഉമ്മായൊന്നും സ്കൂളിൽ വന്നിട്ടൊന്നുമില്ല. നീ പഠിക്കുമ്പോൾ സ്കൂളിൽ വന്നിട്ടുണ്ടോ? ഞാൻ പഠിക്കുമ്പോൾ ഉമ്മായൊന്നും സ്കൂളിൽ വന്നിട്ട് നമ്മളെ വീട്ടുകാരെ സ്കൂളിൽ വരത്തില്ല. അരി വാങ്ങാൻ പോലും ഒരു സ്കൂളിൽ വരത്തില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. അരി വരെ നമ്മൾ ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകണം. ഇപ്പം നോക്കാം അലിയൊക്കെ രക്ഷപ്പെട്ടു. അലിയൊക്കെ സ്കൂളിൽ നമ്മൾ ഓരോ വന്ന് തുടങ്ങി. അരി ഉണ്ടല്ലോ 5 കിലോ 10 കിലോ അരിയൊക്കെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചുമന്ന് ഞാൻ വീട്ടിൽ പോകുന്നവരുന്നു. അറിയാമോ? എൻ്റെ അനിയൻ്റെയും കൂടെ ഞാൻ ചുമക്കുമായിരുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഒറ്റയ്ക്ക് പോയി അവന്റെ പരദൂഷണം എടാ എടാ നിനക്ക് വിദ്യാഭ്യാസം എന്താണ് നിന്റെ മണ്ടയ്ക്കെന്നാണല്ലോ പറയുന്നത്. ഉള്ളത് തന്നെ. ഇങ്ങോട്ട് നോക്കടാ. നിന്റെ തലയിൽ വിദ്യാഭ്യാസം എന്താണ്? നിന്റെ സ്കൂളിൽ വന്നിട്ട് നമ്മൾ സ്കൂൾ പരിചയപ്പെടുത്താണോ? നിന്റെ സ്കൂൾ എങ്ങനെയൊക്കെയാണെന്ന് പരിചയപ്പെടുത്താ. സ്കൂൾ ടൂർ നടത്തടാ. സ്കൂൾ ടൂറ് എന്ത് കിണച്ചിറക്കണടാ നീ. എടാ ഇങ്ങോട്ട് വെക്കടാ. എടാ നിന്റെ ടീച്ചർ പറഞ്ഞല്ലേടാ നിനക്ക് വിദ്യാഭ്യാസം എന്താണെന്ന്. നിനക്ക് വിദ്യാഭ്യാസം എന്താണ് നിന്നെ മണ്ടയ്ക്കെന്ന് പറയുന്നുള്ളത് തന്നെ. എന്റെ PTA മീറ്റിംഗ് ആളിനെ കുറിച്ച് എന്തെങ്കിലും പറയോ? എന്തിനു പറയും? നീ പഠിക്കുന്നുണ്ടോ? കുരുത്തക്കേടൊന്നും ഇല്ലല്ലേ നിനക്ക്? കുരുത്തക്കേടൊന്നുമില്ല. പക്ഷെ പഠിക്കാനുള്ള ബുദ്ധി മാത്രമില്ല. ബാക്കി എല്ലാം ഉണ്ട്. എന്തോന്ന് കണ്ടത്? എന്തോന്ന് അവന് ലൈനില്ലാത്ത ഉള്ളിലൊരു വിഷമം ഇല്ലടാലേ. നിനക്ക് ലൈൻ വേണ്ടേ? ഇത്രയും നേരം എൻ്റെ കൂടെ PTA മീറ്റിങ്ങിന് ഇവിടെ നിന്നോളാണ്. അവിടെ അകത്ത് രക്ഷിതാക്കൾക്ക് ബിസ്ക്കറ്റും ചായയും കൊടുക്കുന്നുണ്ടപ്പോഴത്തേക്കും അകത്ത് പോകണം. ഇത്രയും നേരം എല്ലാം കേട്ടോണ്ട് എന്നോട് തന്നെ അവിടെ ബിസ്ക്കറ്റും ചായയും കൊടുത്തു തുടങ്ങി അകത്ത്. അപ്പോൾ ബിസ്ക്കറ്റ് കിട്ടി. എനിക്കും കിട്ടി.
സ്കൂളിൽ നിന്നിട്ട് രക്ഷതാക്കെ കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് അടിച്ചു പറ്റുന്നതാണ്. ചായ നിനക്കല്ല ചായ രക്ഷിതാക്കൾക്കുള്ള ചായയാണ്. നീ രക്ഷിതാവാകുമ്പോഴത്തേക്ക് ചായ ഉണ്ട്, പിള്ളേർക്കില്ല, പിള്ളേർക്ക് ചായ ഇല്ല. ഒരു PTA മീറ്റിങ്ങിന് വന്ന് അവരാണെങ്കിൽ പ്രസംഗിച്ച് അങ്ങോട്ടൊക്കെ പോണതേ ഉള്ളൂ, അവരെ നിർത്തുന്നില്ല. പിന്നെ നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ഞാനിതുവരെ PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്, കാരണം ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ആരും വരാത്തതുകൊണ്ട് നമുക്ക് PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യം വന്നില്ല. PTA മീറ്റിംഗ് ഉള്ള ദിവസം നമ്മൾ ഉച്ചയ്ക്ക് വീട് നമ്മുടെ വീട്ടിൽ പോകും. നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും PTA മീറ്റിംഗ് നടന്നിട്ടുണ്ടോ? എന്നിട്ട് അവരോട്ട് നീ ഒരുമിച്ചാണോ പോണത്? നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ ആരും വരാത്തതുകൊണ്ട് നമ്മൾ PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. നമ്മൾ ഉച്ചയ്ക്ക് കൂടും, അതുവഴി നമ്മൾ വീട്ടിൽ പോകും. ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഈ ഇരുത്തി അവർ പ്രസംഗിച്ച് ആൾക്കാരെ വെറുതെ ധരിപ്പിക്കുന്നു. കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, പക്ഷെ നമുക്ക് വെറുപ്പിയിലായിട്ട് തോന്നുന്നു. പ്രസംഗമൊക്കെ കഴിഞ്ഞ് അലി പഠിക്കുന്നുണ്ടെന്നോ? അലി പഠിക്കുന്നുണ്ടോ? സാറിന്റെ കാര്യമോ സാറ് പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല അവൻ, പക്ഷെ ആള് സൈലന്റ്, പഠിത്തം കൂട്ടി മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഗായ്സ് നമ്മുടെ PTA മീറ്റിംഗ് കഴിഞ്ഞില്ല, അവിടെ PTA മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതല്ല. അമ്മൂമ്മ ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നിർത്തുന്നില്ല. അവർ ഒരു ചായയും കുടിച്ചിട്ടങ്ങ് തുടങ്ങിയ. നമുക്ക് ആവശ്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ മുങ്ങുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.